ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ മെയ് 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് റിലീസായ ദൃശ്യം 3 കാണാനായിട്ട് ഇന്ന് മെയ് 22 ഇന്ന് ഉച്ചയ്ക്ക് 1:15 ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലുള്ള മൂവി മാക്സിലേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം വരുന്നത് 5 സ്ക്രീനാണ്. അതിൽ സ്ക്രീൻ 1ലാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. സ്ക്രീൻ 1ൽ VIP കാറ്റഗറിയാണ്, ഒറ്റ കാറ്റഗറിയേ ഉള്ളൂ. 300 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. റീക്ലൈനറാണ്, ഫുള്ള് റീക്ലൈനർ സീറ്റിംഗ് ഉള്ള തിയേറ്ററാണ്. അപ്പോൾ ഇവിടെ 2 എൻട്രൻസ് ഉണ്ട്, ഒന്ന് ലിഫ്റ്റും ഒന്ന് സ്റ്റെയറുമാണ്. അപ്പോൾ കയറി വരുന്നതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരുപാട് അതുല്യ പ്രതിഭയുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകളെ പോസ്റ്ററും വെച്ചിട്ടുണ്ട്. ഇതൊരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേഡിയം ആയതുകൊണ്ടാണ് ഇങ്ങനെ കുറേ സിനിമകളെ പോസ്റ്റർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ സ്റ്റെയർ. ഇതുവഴിയും തിയേറ്ററിലേക്ക് കയറാം. സെക്കൻഡ് ഫ്ലോറിലാണ് തിയേറ്റർ വരുന്നത്. അപ്പോൾ കയറി വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് പഴയ ടിക്കറ്റ് കൗണ്ടർ കാണാം. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ലിഫ്റ്റ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ലിഫ്റ്റ് വഴിയാണ് കയറി പോകുന്നത്. അപ്പോൾ നേരെ ലിഫ്റ്റിനകത്തോട്ട് കയറുമ്പോൾ തന്നെ എന്നെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ എന്നെ തന്നെ ഞാൻ നല്ലോണം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ. അപ്പോൾ ഇവിടെ തിയേറ്റർ വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. നേരെ നമ്മൾ ചെന്നിറങ്ങുന്നത് അതിവിശാലമായ ലോബിയിലോട്ടാണ്. അപ്പോൾ ഇതാണ് തിയേറ്ററിൻ്റെ ഒരു പേരും ലോഗോയും, മൂവി മാക്സ് സിനിമാസ്. അപ്പോൾ ആ ഒരു ലോഗോ കണ്ടല്ലോ. അപ്പോൾ ഇനി ഇവിടെ തിയേറ്ററിൽ റിലീസാവാനുള്ള ഒരുപാട് സിനിമകളുടെ കട്ടൗട്ടൊക്കെ കാണാം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി വന്ന ലിഫ്റ്റിൻ്റെ തൊട്ട് പുറകു വശത്തായിട്ടാണ് ഇവിടുത്തെ ബോക്സ് ഓഫീസ് വരുന്നത്. ഇവിടെ സ്ക്രീൻ 5 ഉണ്ട്. ആദ്യത്തെ ഒരു സ്ക്രീനിൽ വെച്ച് ബാക്കി എല്ലാ സ്ക്രീനിലും 160 രൂപയും സ്ക്രീൻ 1ൽ 300 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് അതിവിശാലമായ പാർക്കിംഗ് ഏരിയ കാണാം. അപ്പോൾ ഈ ഒരു ജനനായക സിനിമയുടെ റിലീസിൻ്റെ ആയിട്ട് പുതിയത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശാലമായ കഫ്റ്റേരിയയും ലോബി നോക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു കഫ്റ്റേരിയയിലെ റേറ്റും കാര്യങ്ങളും. അതൊക്കെ നോക്കിയിട്ടൊന്ന് മേടിക്കാൻ ശ്രമിക്കണം. ഇനി ബോക്സ് ഓഫീസിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ സ്ക്രീനും സീറ്റും സെലക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ബുക്ക് മൈ ഷോ ആപ്പാണ് ഇവിടുത്തെ ടിക്കറ്റ് പാർട്ണർ. ബുക്ക് മൈ ഷോ ആപ്പിൽ ബുക്ക് ചെയ്യുന്നവർ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്കാനർ കാണിച്ച് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് ആ ടിക്കറ്റാണ് ഇവിടെ കാണിച്ചിട്ട് അകത്ത് കയറേണ്ടത്. ഇതാണ് ആ ഒരു സ്കാനർ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിഫ്റ്റ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് കാണുന്ന ഒരു ലോബിയാണ്. സ്ക്രീൻ 3യും ഈ ഒരു ലോബിയിലാണ് വരുന്നത്. അപ്പോൾ ലോബിക്കകത്ത് കഫ്റ്റേരിയ, സ്ക്രീൻ 3, സൈഡിലായിട്ട് ലേഡീസിനുള്ള ഓർണമെൻറ്റ്സും ഡ്രസ്സും വിൽക്കുന്ന ചെറിയൊരു ഷോപ്പും കാണാൻ പറ്റും. ഇനി പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. കാണാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. പുറത്ത് വാഹനം ഓട്ടിക്കണോക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. അപ്പോൾ ഇതാണ് കഫ്റ്റേരിയയുടെ ഒരു ഫുഡിൻ്റെ രീതി. ബർഗർ, പോപ്കോൺ, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ റേറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കത്തി റേറ്റാണ്. നോക്കിക്കണ്ട് മേടിക്കുക. നമുക്ക് ഇനി പുറം കാഴ്ചകൾ കാണാം. തിയേറ്ററിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം, എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ്. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട്. അപ്പോൾ കയറി വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് 4ഉം 5ഉം, റൈറ്റ് സൈഡിൽ 1ഉം 2ഉം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർണമെൻറ്റ്സും ഡ്രസ്സും വിൽക്കുന്ന ഒരു ചെറിയ ഷോപ്പ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കഫ്റ്റേരിയ. ഇനി സൈഡിലായിട്ട് ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സ്ക്രീൻ 1ഉം 2ലും ഉണ്ട്, 4ഉം 5ലും ഉണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റേഡിയം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കയറി ക്രിക്കറ്റ് കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരെ സ്ക്രീൻ 1ൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഫുഡ് കോർട്ടുണ്ട്, പക്ഷേ ഇന്ന് ക്ലോസ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്ക്രീൻ 2 വരുന്നത്. ഇനി നമുക്ക് സ്ക്രീൻ 1-നകത്തെ വിശേഷങ്ങൾ നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് 3ാമത്തെ റോയിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തിയേറ്ററിൻ്റെ പുറകിലോട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ കാണാം. ഇവിടെ മൊത്തം റീക്ലൈനർ സീറ്റാണ്. അപ്പോൾ ഫ്രണ്ട് റോയിൽ നിന്ന് സ്ക്രീനിലോട്ട് നോക്കുമ്പോഴത്തേക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ സിനിമ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് സ്ക്രീനും സീറ്റും തമ്മിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സീറ്റിൽ നിന്നുള്ള വ്യൂ ആണ്. ചെറിയൊരു സ്ക്രീനാണ് തിയേറ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് വ്യൂ ഒക്കെ നോക്കാം. അപ്പോൾ അത് സൈഡ് വ്യൂ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ മുമ്പ് കാർണിവൽ സിനിമാസ് ആയിരുന്നു, അതിൻ്റെ ലോഗോ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കും ഒരു എഗ് പപ്സും
ഒരു മിനറൽ വാട്ടർ മേടിച്ചായിരുന്നു. എഗ് പപ്സ് വന്നിട്ട് 60 രൂപയാണ് ചാർജ് വേണത്. അതിനകത്തൊരു തോടും ഉണ്ടായിരുന്നു. മിനറൽ വാട്ടർ വന്നിട്ട് 30 രൂപയാണ് ചാർജ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഷോർട്ട് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ടൈമാണ്. അപ്പോൾ സീറ്റ് റീക്ലൈം മാറ്റി പഴയതുപോലെ ആക്കണം. ഇനി ഞാൻ ഇരുന്ന റോയിൽ നിന്ന് പുറകിലോട്ട് നോക്കുമ്പോൾ ഈ വ്യൂവും ഇൻറ്റീരിയർ വർക്കും കൂടെ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സീറ്റ് നോക്കാം. സീറ്റ് വന്നിട്ട് ബ്ലാക്ക് കളറാണ്. ഫുള്ള് റീക്ലൈനർ സീറ്റുകളാണ് ഈ ഒരു സ്ക്രീനിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്ക് ബ്ലാക്കിൽ ഒരു എസ് ടൈപ്പ് മോഡലിലൊരു ആരോ കൊടുത്തിട്ടുണ്ട്. ആരോ അല്ല, അതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കയറി സിനിമ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക. ദൃശ്യം 3 ആണ്. കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിനി അടുത്ത തിയേറ്ററിൽ കാണാം.